കിഡിലം EV വെഹിക്കിൾസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫ്രണ്ടിൽ ഡിക്ക് വരുന്ന സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പെട്രോൾ അടിക്കാൻ നാനോ കാർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഫ്രണ്ടിൽ ഡിക്ക് വരുന്ന സംഭവമാണ് ചൈനയിലെ ഓൺവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു EV വെഹിക്കിൾസ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് പറയുക. ഫ്രണ്ടിൽ ഡിക്ക് വരുന്നത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. കാരണം 6 അല്ലെങ്കിൽ 7 സീറ്റർ ആണെങ്കിൽ പോലും ഒരു 8-9 ആൾക്ക് എന്തായാലും ഇതിൽ വിശാലമായിട്ടിരിക്കും. അത് മാത്രമല്ല ഡോർ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഫുഡ് റെസ്റ്റ് ഓട്ടോമാറ്റിക്കിലേക്ക് പുറത്ത് വരും. അതുപോലെ തന്നെ ബാക്ക് ഡിസൈൻസ്, ബ്രേക്ക് ലൈറ്റ്സ് എല്ലാം ഭയങ്കര അട്രാക്റ്റീവ്. അത് മാത്രമല്ല മുന്നിലും ബാക്കിലും ഒരുപോലെ ഡിക്ക് വരുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റിന് അടുത്തായിട്ട് തന്നെ ഓൺമോന്റെ ലാബിലിംഗ് അവർ കറക്റ്റ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തു. ഇത് മാത്രമല്ല ഡോർ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും വോയിസ് കൺട്രോൾ ആണെങ്കിൽ പോലും പ്ലസ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാനുവലും ചെയ്യാൻ പറ്റും. പറയേണ്ടത് ഇതിന്റെ ഇന്റീരിയറും സ്റ്റെയറിംഗും എല്ലാം ഒരു പ്രീമിയം ടച്ച് ആയിട്ടുള്ള സംഭവം. എനിക്ക് പറഞ്ഞുതരാൻ അറിയാത്ത ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്. ഒരു കംപ്ലീറ്റ് ഫാമിലിക്ക് പോകാൻ പറ്റിയ ഒരു SUV വെഹിക്കിളാണ് ഓൺമോന്റെ L90 എന്നുള്ള മോഡൽ. നല്ല നമുക്കറിയേണ്ടത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ ചോദിച്ചു തരാണ്ട്. എന്താണല്ലേ ആളുകളുടെ സ്ഥിരം 2 ക്വസ്റ്റ്യൻ. ഒന്ന് എത്ര രൂപയ്ക്ക് മേടിക്കാൻ പറ്റും, ഒന്ന് ചാർജിംഗിൽ എത്ര കിലോമീറ്റേഴ്സ് പോകും, എത്രയാണ് ചാർജിംഗ് ടൈം. സിമ്പിൾ ആണ് പറഞ്ഞുതരാൻ. ഇനി നെറ്റ് റെഡി ആയിട്ട് നിന്നോ, കാരണം ചാർജിംഗ് സമയം വരുന്നത് വെറും 20 മിനിറ്റ് മാത്രം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചൈനയിൽ ഇതുപോലെ തന്നെയാണല്ലോ ബാക്കിയുള്ള അധികം EV വെഹിക്കിൾസ് 20 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നു. പക്ഷെ ഇതിന് അതല്ല പ്രത്യേകത. ആദ്യത്തെ 10 മിനിറ്റ് ചാർജ് ആയി കഴിഞ്ഞാൽ 10 മിനിറ്റ് ചാർജിംഗ് തന്നെ 500 കിലോമീറ്റർ വരെ ഡ്രൈവ് ചെയ്യുക. അപ്പൊ നമുക്ക് ചാർജിങ് ഒരു 10 മിനിറ്റിനെ സമയമുള്ളെങ്കിൽ അത് ചാർജ് ചെയ്യുക 500 കിലോമീറ്റർ. ഈ പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്തിങ്ങാണ്ട് നമുക്ക് 500 കിലോമീറ്റർ വരെ പോകാം. അതിന് മാക്സിമം പോകാൻ പറ്റിയത് 600-700 കിലോമീറ്റർ വരെ കമ്പനി പറയുന്നുണ്ടെങ്കിലും 600 വരെ ഇതുവരെ പ്രൂവൻ ടെക്നോളജി. ക്വസ്റ്റ്യൻ എത്ര രൂപയ്ക്ക് ഇത് കിട്ടുന്നില്ലല്ലേ, വാ ചോദിച്ചു നോക്കാം. അതിന് ഏകദേശം 2,70,000 സംതിങ് RMB ഇവിടെ വില വരുന്നുണ്ട്. പിന്നെ ഇത് INR-ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 34 ലക്ഷം രൂപ എന്ത് ചെയ്യും നാട്ടിൽ വില കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ എന്തായാലും ഉണ്ട്. ഇത് മാത്രമല്ല ചൈനയിലെ ബാക്കി EV വെഹിക്കിൾസുമായിട്ട് നാളെ കാണാൻ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ചെയ്യാൻ.